ഹായ് ഗൈസ്, ഞങ്ങളപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ ഒക്കെ വെക്കേഷനായിട്ട് നന്ദു മാളു ഞാൻ വൈഫ് എല്ലാവരും കൂടി ഞങ്ങളൊരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പിന് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പിഴല ബ്രിഡ്ജ് ഉണ്ടല്ലോ, പിഴല ബ്രിഡ്ജിൻ്റെ അകത്താണ്. അവിടെ ആ ബ്രിഡ്ജിൻ്റെ ലാസ്റ്റ് എൻഡിലാണ്, അത് ലാസ്റ്റ് എൻഡാണ് ഈ കാണുന്നത്. ഇത് അവിടെ നിന്ന് അങ്ങനെ കാണാൻ പറ്റും. അവിടെ നിന്നാണ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഒരു ജംഗ്ഷൻ, അവിടെ നിന്നിട്ട് നേരെ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ബ്രിഡ്ജ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറെ ട്രാഫിക്കൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, ചുമ്മാ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാതിരിയാണ്. കടമക്കുടി വില്ലേജിൻ്റെ കേട്ടോ, കടമക്കുടി പഞ്ചായത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണിത്. അവിടെ നിന്ന് എന്തോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ പരിപാടി. ഇവിടുത്തെ ആ ഭാഗത്തായിട്ട് ചെറിയ കഫറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ചുമ്മാ കാർ റോഡ് സൈഡിൽ നിർത്തിയിട്ടാണോ അങ്ങോട്ടും വരെ. അവിടെ കണ്ടോ അവിടെ ഒരു കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ കളറൊക്കെ അടിച്ചിട്ട് തൂണൊക്കെ നല്ല രസമുണ്ട് ഈ ഭാഗം കാണാനായിട്ട്. എൻഡ് ഭാഗം ഉണ്ടോ, അത് പാലത്തിൻ്റെ എൻഡ് ഭാഗമാണ്. സ്റ്റാർട്ടിങ് അങ്ങ് സാധാരണ പാലം മാതിരിയാണ്. നമുക്ക് നോക്കി അവിടെ കാണാൻ പറ്റും. കണ്ടോ സ്റ്റാർട്ടിങ് സാധാരണ പാലം മാതിരിയാണ്. മറ്റേത് അവിടെ വരെ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ചും കിട്ടുന്നത്. ഈ ഭാഗമാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്തേക്കണേ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു സ്റ്റോറൊക്കെ ഉണ്ട്, അവിടെ നിന്ന് മ്യൂസിക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ വണ്ടി പാർക്ക് ചെയ്തേക്കണുണ്ടോ, വന്ന ടൂറിസ്റ്റുകളിൽ വണ്ടി പാർക്ക് ചെയ്തേക്കണതാണ്. വേറെ തിരക്ക് യാതൊന്നുമില്ല. സംഭവം ബ്രിഡ്ജ് ഫുൾ ടൈം കാലിയായിരിക്കും. എന്താ അത്, എന്ത് മീനാത്? ഈയലോ? ഈലെന്ന് പറഞ്ഞ ഫിഷ് ഇവിടെ ചത്ത് കിടപ്പുണ്ടെന്നാണ് നമുക്ക് പറഞ്ഞത്. ആ പാമ്പ് വാരിക്കണം, അതാണ് ഷോക്ക് അടിപ്പിക്കുന്ന സാധനമാണോ അത്? ഈലിനാണോ? ആ ഇവിടെ ഫോട്ടോ ഷൂട്ടിംഗ് ആണ്. ഓ ഇപ്പോൾ സമയം എന്തായി? 11:25. ഓക്കെ, നമുക്കപ്പോൾ പോകേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ തൃശ്ശൂർ NH-66 വഴി നമുക്ക് നേരെ തൃശ്ശൂർക്കാണ്ട് പോകണ്ടേ. തൃശ്ശൂർ അവിടെ ചെന്നിട്ട് വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലിട്ട് ഓണാഘോഷമല്ല ഓണപ്പൂക്കളൊന്ന് കാണണം. പിന്നെ അവിടെ പാർക്കിലൊന്ന് കയറണം. അതിനു മുമ്പ് പോണ വഴിക്ക് നമുക്ക് സ്നേഹതീരം ബീച്ചിൽ കയറാൻ പറ്റുകയാണെങ്കിൽ അത് കയറണം. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അതെന്തോ ഫംഗ്ഷൻ നടക്കണ, എന്തോ ചെറിയൊരു ഓഡിറ്റോറിയം മാതിരി എന്തോ ആണ് സംഭവം കേട്ടോ. അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കണ്ടോ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വൈബുള്ള സ്ഥലം, നല്ല കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ്. അവിടെ നിന്ന് മ്യൂസിക് കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കമോട്ടർ സൈലൻ്റ് ആണ് ഇവിടെ. ഞാൻ വീഡിയോ എടുത്ത് തന്നപ്പോഴത്തേക്കും എല്ലാവരും കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞു കേട്ടോ. പോവാ നെക്സ്റ്റ് ലൊക്കേഷൻ. വരാലോ. നന്ദു കാർ എടുക്കണോ? ഓക്കെ, ഞങ്ങളപ്പോൾ വണ്ടി കയറി. ഞങ്ങൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ തിരിക്കാനായിട്ട് ഓക്കെ ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ തിരിക്കാൻ. ഓക്കെ കണ്ടോ, ഇതാണ് നമ്മുടെ എൻഡ് ഭാഗം കഴിഞ്ഞ് നമ്മളിപ്പോൾ ബ്രിഡ്ജിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അവിടെ ഇവിടെയും കളറും കോഡിലൊക്കെ വ്യത്യാസമുണ്ട്. സാധാരണ മാതിരിയുള്ള പാലാണ്, പക്ഷെ നല്ല ഭംഗിയാണ്, നല്ല വൈബാണ്. അന്ന് ദൂരേക്ക് ലെങ്ത് എനിക്ക് തന്നെ ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു ഈ പാലത്തിന്. നല്ല ലെങ്ത്തുള്ള പാലാണ് അത്. നമുക്കിവിടെ കാണാം പാലത്തിന് നടുക്ക് എത്തിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ മാതിരി ഒരു റൗണ്ട് അബൌട്ട്. അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ പാർക്ക് ചെയ്യാറുണ്ട്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെരി ലോങ് ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ബ്രിഡ്ജ്. ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലാണ്ട് എന്തിനാ ബ്രിഡ്ജ് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ പുറത്ത് ഇനിയിപ്പോൾ ഭാവിയിൽ അപ്പുറത്തോട്ട് വഴി വരുമ്പോൾ ട്രാൻസ്പോർട്ട് തുടങ്ങുമായിരിക്കും. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മളിതാ പാലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടോ. NH നാഷണൽ ഹൈവേ നമ്മുടെ കണ്ടെയ്നർ റോഡിലേക്ക് എത്തുന്നത്. കണ്ടെയ്നർ റോഡിലേക്ക് എത്തി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ജംഗ്ഷനിൽ ചേരാനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ NH 66 ഇറങ്ങുക കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ് കേട്ടോ. നമുക്ക് റോഡിലേക്ക് നോക്കിയാൽ ഒട്ടും തിരക്കില്ല കണ്ടെയ്നർ റോഡിലേക്ക്. ഇപ്പോൾ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുള്ള റോഡാണ്. ഇപ്പോൾ നിങ്ങളുടെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു റോഡ്. അടുത്ത് നമ്മളിപ്പോൾ ചേരാനല്ലൂർ ജംഗ്ഷനിലേക്ക് എത്താറായി. ഇനി അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ NH 66. ഓക്കെ, നമ്മൾ ഇപ്പോൾ ചേരാനല്ലൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് NH 66 കയറാണ്. NH 66 വർക്ക് എന്തായെന്ന് ജസ്റ്റ് കാണാൻ കൊടുക്കല്ലൂർ അല്ല തൃശ്ശൂർ വരെ. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ വഴി സെലക്ട് ചെയ്തത്. മാത്രമല്ല NH മറ്റേ പഴയ NH 544 വഴി പോയി കഴിഞ്ഞാൽ ബ്ലോക്കാന്നാണ് കേൾക്കുന്നത്. അവിടെ ഈ മൊത്തം ബിൽഡിങ് ഫ്ലൈ ഓവറുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഓവർ ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുന്ന അവിടെയൊക്കെ മൊത്തം ബ്ലോക്കാണ്. കോട്ട അവിടെയൊക്കെ മണിക്കൂറുകളോളം ബ്ലോക്കാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് സെലക്ട് ചെയ്തു. ഈ വഴിക്ക് കുറച്ച് കാഴ്ചയും കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ വഴി സെലക്ട് ചെയ്തേക്കാം കേട്ടോ. NH 66 അതിൻ്റെ പണി കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് വരാപ്പുഴ ഉണ്ടോ. വരാപ്പുഴ മാർക്കറ്റ് ഭാഗത്ത് എത്താറായിട്ടോ. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. NH 66 മൊത്തത്തിൽ കണ്ട ചെറിയൊരു ബ്ലോക്കൊക്കെ ഉള്ളൂ. എന്നാലും അത്ര തടസ്സമൊന്നുമില്ല. വണ്ടി ഓടണതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ചെറിയ ഘട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും പറഞ്ഞില്ല. സ്പീഡിന് അത്രയും പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 544 മൊത്തം ബ്ലോക്ക് തന്നെ. അതാണ് കോട്ട ഭാഗത്തൊക്കെ ആയിട്ട്. ഇവിടെ ബ്ലോക്കിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിഗ്നലില്ലാത്ത റോഡാണ്. ഇങ്ങനെ ഈ എൻഡ് ടു എൻഡ് സിഗ്നലില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജംഗ്ഷനിലും ഫ്ലൈ ഓവറാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ കൂനമ്മ എത്തി. ഞങ്ങളിപ്പോൾ ഇവിടെ വെള്ളം വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തിയേക്കാണ് കേട്ടോ. നന്ദ് പോയിട്ടുണ്ടോ വെള്ളം വാങ്ങിക്കാനായിട്ട്? ഇവിടെ ആൻറ്റി മാളും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഡിസ്കഷനാണ്. ഓരോ പാട്ട് കേട്ടിട്ട് അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, നന്ദ് വെള്ളം വാങ്ങിച്ചു വന്നിരിക്കുകയാണ്. എന്തൊക്കെയോ വാങ്ങിച്ചു. ലൈസ് വാങ്ങിച്ചു, വെള്ളം വാങ്ങിച്ചു. വേറെ വാങ്ങിച്ചേ? വെള്ളം വാങ്ങിച്ചു, ലൈസ് വാങ്ങിച്ചു. അത്രേ ഉള്ളൂ? ഓ, വെള്ളം നല്ല ഐസാണല്ലോ, തണുപ്പാണല്ലോ. ഇത് കുടിക്കാൻ പറ്റിയപ്പോൾ എങ്ങാനും. നമ്മളിപ്പോൾ മൂത്തക്കുന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായിട്ട് പറവൂര് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുമ്പായിട്ട് NH 66 ഇങ്ങോട്ട് ചെറിയ റോഡിലേക്ക് ഡിവിയേഷൻ എടുത്തേക്കാണ്. അവിടെ നിന്നാണെങ്കിൽ നല്ല ബ്ലോക്കാണ്. നല്ല ക്യൂ ഉണ്ട്. ഒരു 1 കിലോമീറ്ററോളം ക്യൂ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ഭയങ്കര ബ്ലോക്കാണല്ലോ. കിലോമീറ്ററോളം ബ്ലോക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വന്നതിൻ്റെ പുറകെ അങ്ങോട്ടേക്കും ബ്ലോക്ക് ക്യൂ ആയിട്ടുണ്ട്. അവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടം വരെ നമുക്ക് ക്യൂ ആയിട്ടുണ്ട്. അതല്ല, അത് കഴിഞ്ഞും ക്യൂ ആയിട്ടുണ്ട്. അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായേക്കണതാണ്. അവിടെ ഒരു പാലത്തിൽ, ആ ചാലക്കുടി പുഴയുടെ അവിടെയുള്ള ആ പാലത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടായേക്കണെന്നാണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞത്. ആ ആൾ പറഞ്ഞത് ആകെ പെട്ടുവിട്ടോ. ഇപ്പോൾ തിരിച്ച് പോകാനും പറ്റില്ല, മുമ്പോട്ട് പോകാനും പറ്റില്ല. ആ രീതിയിലായത്. ആ വണ്ടിക്കാരൻ ട്രൈ ചെയ്യാൻ നോക്കണ്ടേ തിരിച്ച് പോകാനായിട്ട്. പക്ഷേ അങ്ങോട്ട് തിരിച്ച് പോയാലും അങ്ങോട്ട് ദൂരേക്ക് പോകാൻ പറ്റില്ല. കാരണം അങ്ങറ്റം വരെ ബ്ലോക്കായി. ഇനി തിരിച്ചും പോകാൻ പറ്റില്ല, മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 2 സ്ഥലത്തേക്കും ബ്ലോക്കായി. എല്ലാവരും വണ്ടി ഇട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കാറ്റ് കൊള്ളാനായിട്ട് ഇരിക്കുക. കിലോമീറ്ററുകളോളം ബ്ലോക്കുണ്ട്. മൊത്തത്തിൽ ബ്ലോക്കാകും. എൻ്റെ പൊന്നോ, അങ്ങറ്റം വരെ ബ്ലോക്കുണ്ട്. ഇപ്പം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടോ. 15 മിനിറ്റായി കിടക്കാൻ തുടങ്ങിയിട്ട്. അനങ്ങണില്ല, വണ്ടി മൂവ് ചെയ്തിട്ടും കൂടിയില്ല ഒട്ടും തന്നെ. ആ രീതിയിൽ ബ്ലോക്കായേക്കുക. ഈ തവണ പെട്ടിട്ടുണ്ട്. കാര്യമായിട്ട് പെട്ടിട്ടുണ്ട്. 1 മണിക്കൂറത്തെ ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ പാലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. കോട്ടപ്പുറം പാലത്തിലെത്തിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് ഒരു പിടിയും കിട്ടിയില്ല. പാലത്തിൽ ചെറിയ ബ്ലോക്ക് ഉണ്ട്, എന്നാലും അങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുന്ന ബ്ലോക്ക് ഇല്ല. പക്ഷെ അപ്പുറത്ത് എന്താണെന്ന് അത്രയും ബ്ലോക്കൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. പോലീസുകാർ വന്നിട്ടുണ്ട്. പോലീസുകാർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യത്തെ പാലം കഴിഞ്ഞ് തുരുത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തുരുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം ബ്ലോക്ക്, മൊത്തം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 66 കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. മൊത്തം കൂറ്റൻ ക്രെയിനുകൾ 2 കിടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ. ഞങ്ങളിപ്പോൾ ശ്രീനാരായണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് മൊത്തം ബ്ലോക്കായിരുന്നു. ഇവിടം വരെയും. അപ്പോൾ ശ്രീനാരായണപുരം എസ്എംപുരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു ഡെൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി കണ്ടോ. മൊത്തം ബ്ലോക്ക്. ആ ഏരിയ, ഞങ്ങൾ വന്ന ആ ഏരിയയിൽ ഒരു സ്ഥലത്തും മറ്റേ
ഞങ്ങൾ വന്ന ഒരു ഏരിയയിലും റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. എല്ലായിടത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് പോന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് ഒരു കപ്പ് കഴിക്കാനായിട്ട് ഫുഡ് എത്തിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 3 ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ ചില്ലി ചിക്കൻ, ഒരു ചില്ലി ചിക്കൻ, 3 ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തേക്കുന്നത്. എങ്ങനെയുണ്ട് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു അഭിപ്രായം? ചൂടുണ്ടോ? നല്ല ചൂടാണ്. ബിരിയാണി മതിപ്പോൾ ഒരാൾ ഫുഡ് കഴിച്ചാൽ സ്നേഹത്തിൽ അടുത്ത ഡെസ്റ്റിനേഷൻ ചട്ടി. ഓക്കെ, ഞങ്ങളപ്പോൾ 66 നിന്ന് നേരെ എമ്മാട് റോഡിലേക്ക് കയറാം കേട്ടോ. എമ്മാട് റോഡ് അവിടുത്തെ നേരെ അഴീക്കോട് ചാമക്കൽ റോഡിലേക്ക് കയറും. അവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നേഹതീരം ബീച്ച് എത്തും. ഞങ്ങളിപ്പോൾ 66 റോഡ് അങ്ങനെ വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അതന്നെ തൃശ്ശൂർ സ്നേഹതീരം ബീച്ചിലെത്തിയിട്ടും അവിടെ കുട്ടികൾക്ക് കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കണ്ട് ഒരാൾ മുകളിലേക്ക് കൊണ്ട് നേരെ ഇപ്പുറത്തെ ബീച്ച്. ഇതാണ് ബീച്ച്. ചെറിയൊരു ബീച്ചാണ് കേട്ടോ. അത് ഒരുപാട് ഏരിയ ഒന്നുമില്ല. ബീച്ച് ഏരിയ വളരെ കുറവാണ്, ആളുകളും കുറവനുസരിച്ച്. ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുറേ കാര്യമായിട്ട്. എന്തൊക്കെയോ ഷോപ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അയ്യോ, ഇത്ര വെള്ളം കയറുന്നു വിചാരിച്ചില്ല. വെക്കുന്നല്ല കഷ്ടം കഷ്ടം പറയണ്ടായിരുന്നു അത്ര തിരുമല വരണ്ടെന്ന്. ആകെ ഞാൻ പുറത്തന്ന കഷ്ടമായിപ്പോയി. ഒന്നുകൂടെ പറഞ്ഞേ. വീണ്ടും നനഞ്ഞു. ഒന്ന് ഉണങ്ങി വന്നതായിരുന്നു. നന്ദുവിന് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി. അപ്പോൾ അവിടെ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. അവിടെ ചോക്കോബാർ ഇല്ല. ഞങ്ങൾക്ക് 3 ചോക്കോബാർ മതി. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. ഇനി ഞങ്ങൾ എന്താ അപ്പുറം പോകണം. അവിടെ ചോക്കോബാർ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചോദിച്ചു നോക്കാം. ഈ ഫൺ പാർക്കിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു ഷോപ്പുണ്ട്, ഐസ്ക്രീം ഷോപ്പുണ്ട്. അവിടെ ഐസ്ക്രീം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചോദിച്ചേക്കാം. എന്താ ബീച്ചിൻ്റെ അകത്ത് തിര കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേലിയേറ്റല്ലാണോ.
സമയം 3:30 ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം, ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ പോവാം. ഇനി തൃശ്ശൂർക്ക് പോകണം. തൃശ്ശൂർ അവിടെ ചെന്നിട്ട് മറ്റേ വലിയ ഓണം ഇട്ടിട്ടുണ്ടല്ലോ ടെമ്പിളിൻ്റെ മുമ്പിൽ, അതൊന്ന് കാണണം. പിന്നെ അവിടെ എക്സിബിഷൻ ഉണ്ട്, അവിടെ കയറണം. അതിനുശേഷം വേണം നമുക്ക് പാർക്കിൽ പോകാൻ, അവിടെ തൃശ്ശൂർ പാർക്കിൽ പോകാനായിട്ട്. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനി നേരെ അങ്ങോട്ട് പോവാം. കാലൊക്കെ കഴുകാനായിട്ട് ഒന്നുകൂടെ ഇറങ്ങിയതാണ്. ഞങ്ങളങ്ങനെ തൃശ്ശൂർ വടക്കുന്നാഥിൻ്റെ മുമ്പിലെത്തിയിട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇനി മൊത്തം നടന്നാട്ടാണ് പോകണം. ഇനി തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാർക്കുണ്ട്, അവിടെ പോകണം. പിന്നെ നമുക്ക് അവിടെ പൂക്കളിട്ടേക്കണ കാണാൻ പോകണം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇനിയുള്ള ടാസ്ക്. നേരെ കാണുന്ന ആ റോഡുണ്ടല്ലോ, അതിൻ്റെ നേരെ അങ്ങോട്ട് പോകുന്ന ആ റോഡാണ് MG റോഡ്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന നടയാണ് ഈ കാണുന്ന പ്രവേശന കവാടം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശനമാണ് കവാടം. ഇതാണ് എപ്പോഴും ഓപ്പൺ ആക്കിയിട്ടേക്കുക, എപ്പോഴും തുറന്നിട്ടുണ്ടാവേണ്ട ഇതാണ്. വേറെ കവാടങ്ങളൊക്കെ ഉത്സവത്തിനൊക്കെ തുറക്കാറുള്ളൂ, ഇത് മാത്രമായിരിക്കും ഭക്തർക്കായിട്ട് എപ്പോഴും തുറന്നിട്ടുണ്ടാവുക. ഞങ്ങളിപ്പോൾ നടന്ന് തെക്കേ ഗോപുരം നടയിലെത്തിയിട്ടോ. കണ്ടോ അവിടെ നല്ല തിരക്ക്. അത് തന്നെയാണ് ഗോപുരം നട, തെക്കേ ഗോപുരം നട. ഇവിടെ എന്തോ എക്സിബിഷൻ എന്തോ മേള എന്തൊക്കെയുണ്ട്, പോയി നോക്കിയില്ല. ആദ്യം തന്നെ ഓണം പൂക്കളിട്ടേക്കണ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാട്ടോ. അപ്പോൾ തന്നെ അവിടെ തെക്കേ ഗോപുരം നടയുടെ ഫ്രണ്ടിൽ എവിടെയും കണ്ടാണ് പൂക്കളിട്ടേക്കണത്. കേസ് വളരെ നിരാശയായി പോയി. അതൊക്കെ ആ പൂക്കളം ഉള്ളിടത്ത് ആ പൂക്കളം വരയ്ക്കാനിട്ടിരുന്ന ഇത് കളങ്ങൾ മാത്രമേ ഉള്ളൂ, ചോക്ക് കൊണ്ട് വരച്ചേർന്ന കളങ്ങൾ മാത്രമേ ഉള്ളൂ. പൂക്കളവും ഇല്ല. പൂക്കളൊക്കെ മഴയത്ത് ഒലിച്ചു പോയി. ഇതാണ് കേട്ടോ തെക്കേ ഗോപുരം നട. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി വന്നേക്കണം. അത്ര വലിപ്പമുള്ള പൂക്കളായിരുന്നു, അത്ര വലിപ്പം ഉണ്ടായിരുന്നു ഈ പൂക്കളത്തിന്. അതിപ്പോൾ എൻ്റെ ഒരു പൂ പോലും ഇല്ല, ഒക്കെ പോയി എന്നുള്ളതാണ്. എനിക്കതിനെ വാരി കളഞ്ഞാന്ന് തോന്നുന്നു. അതിൻ്റെ യാതൊരു അവശിഷ്ടവും ഇവിടെ കാണുന്നില്ല, മൊത്തം പോയി. അപ്പോൾ ഇതാണ് ഞങ്ങൾ തെക്കേ ഗോപുര നടയിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ്. അത് ഇവിടെ ആയിരുന്നു മറ്റേ പൂക്കളിടാറ്. അവിടെ ഇപ്പോൾ പൂക്കളിടുന്നതിൻ്റെ ആ പൂക്കളിടാൻ വേണ്ടി പറിച്ചേക്കണ ആ കളങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉണ്ടോ ആൾക്കാർ നോക്ക്, നല്ല തിരക്കാണ് അവിടെ ഇപ്പോഴും, നല്ല ആൾക്കാർ. ഇപ്പോൾ സമയം എത്ര മണിയായി നന്ദു? 5 മണിയായോ? 5 മണി കണ്ടപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്, വെയിലുമില്ല എന്നാൽ മഴയില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ചെറിയൊരു മഴക്കാറുണ്ട്, ശരിയാണ്. ആളുകൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വ്ളോഗറുണ്ട്, അവിടെ ഒരാളൊന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ ഇവിടെ കാണാൻ. ഞങ്ങളിവിടെ തെക്കേ നടയിൽ വന്നിട്ട് ഇരിപ്പായിട്ടോ. കണ്ടോ ഒത്തിരി ആളുകളോട് വന്നിരിപ്പുണ്ട്, പുൽത്തകടിയിൽ ഇരിപ്പുണ്ട് ഒത്തിരി ആളുകൾ. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ റോഡ് ക്രോസ് ചെയ്യാനുള്ള അടിപ്പാതയാണ്. നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറം ചെല്ലാം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ അടിപ്പത്തേക്കട റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇപ്പുറം എത്തി കേട്ടോ. ഇത് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇതിൻ്റെ അടിക്കടി ഇപ്പോൾ വന്നിട്ട് ഇവിടെ എത്തി.
ഇവിടെ റൗണ്ടിൻ്റെ അകത്ത് ജില്ലാ ഓണം ഫെയർ ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ അതിൻ്റെ അകത്ത് സെയിലെന്ന് പറയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഇപ്പോൾ തന്നെ വരാം. സെയിൽ സപ്ലൈക്കോ ഉൽപ്പന്നങ്ങളെ മെയിനായിട്ട് സെയിൽ. നടന്ന് ഞങ്ങളങ്ങനെ നെഹ്റു പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. ഇനി ഇവിടെ എൻട്രൻസിന് ഫീ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഈ പാർക്കിൻ്റെ അകത്തൊരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 7 മണിയാകുമ്പോൾ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്, മ്യൂസിക്കൽ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ചെറിയൊരു ഗാലറി മാതിരി ചെയ്തിട്ട് അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 6:30 ആയിട്ടുള്ളൂ, ഇനിയിപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ഷോ തുടങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആളുകൾക്ക് ഒന്ന് ഗാലറി നിറയാറായിട്ടുണ്ട്, നിറഞ്ഞു തുടങ്ങി. ഏകദേശം ഒരു പകുതിയോളം നിറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. ഇതിൻ്റെ പ്രദർശന സമയം 7 മണി മുതൽ വൈകിട്ട് 7 മണി മുതൽ 7:30 വരെ ആണ് കേട്ടോ. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പ്രദർശനം ഉണ്ടായിരിക്കുന്നില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഗാലറി ഓൾമോസ്റ്റ് നിറഞ്ഞു. സമയം ഇപ്പോൾ 6:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്ത് മ്യൂസിക് ഫണ്ട് തുടങ്ങും. ലൈറ്റൊക്കെ ഓഫായിട്ടോ. മ്യൂസിക് ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കറക്റ്റ് 7 മണി കേട്ടോ, കറക്റ്റ് 7 മണി. ഫുള്ളായി, ഗാലറി മൊത്തം ഫുള്ളായി. യെസ്, ലൈറ്റുകളെല്ലാം ഓഫായി. മ്യൂസിക് പ്ലേ ചെയ്ത് തുടങ്ങി. യെസ്, ലൈറ്റ് വന്നു. തുടങ്ങി മോനെ. സൂപ്പർ. അടിപൊളി. ഒരു മ്യൂസിക് കഴിഞ്ഞപ്പോൾ അടുത്ത മ്യൂസിക് തുടങ്ങി. അരമണിക്കൂറിനോട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറൊന്നും ഉണ്ടായില്ല കേട്ടോ. കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഷോ കഴിഞ്ഞു. അത്ര ഭംഗിയൊന്നും ഉണ്ടായില്ല കാണാനായിട്ട്. മ്യൂസിക്കായിട്ട് ബന്ധമില്ലാത്തൊരു ഡാൻസിങ്, വാട്ടറിൻ്റെ ഡാൻസിങ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ കാണാൻ അത്ര ഒരു ഭംഗിയൊന്നും ഉണ്ടായില്ല. 10 മിനിറ്റ് കൊണ്ട് തീർന്ന ആളുകളെല്ലാം ഇറങ്ങിപ്പോയി തുടങ്ങി. ഞങ്ങളിറങ്ങാണ്. ഞങ്ങളേറ്റവും മേലത്തെ ഗാലറിയിലായിരിക്കണം. അതുകൊണ്ട് താഴെയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാൻ തൊട്ട് വെയിറ്റ് ചെയ്യുക. ഇത് 7 മണി മുതൽ 7:30 വരെ അല്ലായിരുന്നു കേട്ടോ. 7 മണിക്കും 7:30 ആയിരുന്നു കേട്ടോ. 2 ഷോ ആയിട്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഷോ 10 മിനിറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ 7:30 ഒരു ഷോയും കൂടെ ഉണ്ട്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ കാറിലേക്ക് പോകണം. കാർ കിടക്കുന്നിടത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വീട്ടിലോട്ട് പോകണം.